തലശ്ശേരി കണ്ണൂർക്കാരെ സ്പെഷ്യൽ ബിരിയാണി എന്നെല്ലാം പറയുന്നില്ലേ, അത്രയും നന്നായിട്ടുള്ള നല്ല സൂപ്പർ ബിരിയാണിയാണ്. സ്ഥിരം കസ്റ്റമറാണ്. നമ്മുടെ ഫ്രണ്ട്സിനെല്ലാം കൂടുതൽ അഡ്വൈസ് കൊടുക്കുന്നത് ഇങ്ങോട്ടേക്ക് തന്നെയാണ്. കണ്ണൂർ എവിടെയാണ് നല്ല ബിരിയാണി കിട്ടാന്ന് ചോദിച്ചാൽ നമ്മൾ ഫസ്റ്റ് പറയാ അറഫ. ബിരിയാണി എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് തന്നെ ഒരു വികാരമാണ്. അപ്പം ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ അതിനും പ്രിയപ്പെട്ടതാണ് പലർക്കും, മലയാളികൾക്ക് പ്രത്യേകിച്ച് കണ്ണൂരുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്ന ഒരു കടയിലാണ് നമ്മളുള്ളത്. ഓൾറെഡി പറഞ്ഞ അറഫ. നമ്മളെല്ലാ വെള്ളിയാഴ്ച തലശ്ശേരിയാണ് സ്ഥലം. പക്ഷേങ്കിൽ നമുക്ക് തലശ്ശേരിനെ കാട്ടി അറഫ ബിരിയാണി എന്ന് പറഞ്ഞാൽ ലൈക്കാണ്. നമ്മൾ മട്ടന്നൂരിൽ നിന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് അവിടെ നിന്ന് അറിഞ്ഞത് പിന്നെ ഒരു ബിരിയാണി കിട്ടുന്ന കണ്ണൂരിലെ ഒരു ഗംഭീര കടയുണ്ട്. പേര് അറഫ എന്നാണ്. 25 വർഷമായിട്ടുള്ളൊരു കടയുണ്ടെന്നൊക്കെ അറിഞ്ഞത്. അപ്പോൾ അതും അന്വേഷിച്ച് നമ്മളിതാ ഇങ്ങനെ കണ്ണൂർ വന്നു. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലുള്ള നമ്മളെ മാർക്കറ്റ് റോഡിലാണ്. ഈ മാർക്കറ്റ് റോഡിൽ ഇതാ ഈ തിരക്കുകളുടെ ഇടയിൽ നമ്മളിങ്ങനെ അറഫ അന്വേഷിച്ച് വരികയാണ്. അപ്പം പൊതുവെ നമ്മൾ ഹോട്ടൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റൊക്കെ എന്താ പറയുക, ഒരുപാട് സ്പേസോ ഒരുപാട് പാർക്കിംഗ് ഏരിയ ഒക്കെ ഉള്ളതാണ് പലരും മനസ്സിൽ വരിക. പക്ഷേ ഇവിടെ കണ്ണൂർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ എല്ലാ കടകളുടെയും ഇടയിലുള്ള ഒരു കൊച്ചു കടയാണ് അറഫ റെസ്റ്റോറൻറ്റ് എന്നുള്ളത്. നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. പലതരം വെറൈറ്റി ബിരിയാണികളാണ് അവിടെ ഉള്ളത്. ഫിഷ്, ബീഫ്, കൂന്തൽ തുടങ്ങിയ എല്ലാ ഐറ്റം, മട്ടൺ, അങ്ങനെ എല്ലാ ഐറ്റം ബിരിയാണികളുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാര്യങ്ങളും വിവരങ്ങളും ഒക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതാ നമ്മളിതാ അറഫയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അറഫയിലേക്ക് കയറുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുമ്പ് വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സേഫ് ഗാർഡ് ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കണ്ണൂരുകാർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റമാണ് ബിരിയാണി. ബിരിയാണി എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് തന്നെ ഒരു വികാരമാണ്. അപ്പം ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ അതിനും പ്രിയപ്പെട്ടതാണ് പലർക്കും, മലയാളികൾക്ക് പ്രത്യേകിച്ച് കണ്ണൂരുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്ന ഒരു കടയിലാണ് നമ്മളുള്ളത്. ഓൾറെഡി പറഞ്ഞ അറഫ. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, അഷഫ്ക ഇദ്ദേഹത്തിൻ്റെ ആണ്. കഴിഞ്ഞ 25 വർഷമായിട്ട് കണ്ണൂരുകാർക്ക് ബിരിയാണിയുടെ രുചി പകർന്നു നൽകുന്നത് ഇദ്ദേഹത്തിൻ്റെ കീഴിലാണ്. അപ്പോ ഇതെന്താ? ഇത് മത്സ്യക്കറിയാണ്. അയില മുളട്ടത്, അയിലക്കറി വെച്ച രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്, ഉച്ചക്ക് ഗീ റൈസിനും ആൾക്കാർ വാങ്ങിച്ചു കഴിക്കും, പ്രോഡക്റ്റിൽ വാങ്ങിച്ചു കഴിക്കും. ഇത് പിന്നെ നമ്മൾ ഈ കല്ലുമക്കായ് ഫ്രൈ, കല്ലുമക്കായ് ബിരിയാണി. ചരിത്രം എന്ന് വെച്ചാൽ പണ്ട് നമ്മൾ ബീഫ് ബിരിയാണിയിലാണ് ഇമേജ് ഏറ്റവും കൂടിയിട്ട് വന്നിട്ടുള്ളത്. ഈ ഏകദേശം ഈ ഹോട്ടൽ ബിസിനസ്സിൽ 40 വർഷത്തിലിടക്ക് കംപ്ലീറ്റ് ഈ ബീഫ് ബിരിയാണിക്കാണ് നമ്മൾ ഫേമസ്. ഇത് പക്ക ദമ്മിട്ട് വെക്കുന്നതാണ്. പ്യൂർ ഓയിലാണ്, മറ്റേ സാധാ ലോക്കൽ ഓയിലല്ല. വെളിച്ചെണ്ണ, ആർക്കേജ് പ്രിപ്പറേഷൻ, നല്ല ഫസ്റ്റ് ക്വാളിറ്റി അരി പ്രിപ്പറേഷനെല്ലാം കണ്ടീഷനാണ് മസ്താക്കി ഉണ്ടാക്കുന്ന. അപ്പോൾ അതുകൊണ്ട് ചിലവുണ്ട്. ബീഫ് ബിരിയാണി ദോശയില്ലാതെ വ്യവസായിച്ച് പോകുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ഈ ബീഫ് ഫ്രൈ, പിന്നെ തന്നെ ബീഫ് റോസ്റ്റ്, ബീഫ് ഫ്രൈ എന്നവിടെ പറയുക. ബീഫ് ഫ്രൈ നല്ല ചിലവാണ്, ബീഫ് ഫ്രൈക്ക് നല്ല. അപ്പോൾ മൊത്തത്തിൽ വ്യവസായിച്ച് അങ്ങനെ ഒപ്പിച്ചങ്ങ് പോകും, അത്രേ ഉള്ളൂ. എല്ലാവർക്കും അറിയാം, നല്ല തിരക്കുള്ള കടയാണ്. ഈ സ്ഥലപരിധി അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് എപ്പോഴുണ്ട്? അതങ്ങനെ തോന്നുന്നു. അത് തിരക്കല്ല, അത് ചില ദിവസങ്ങള് പിന്നെ ഈ വെള്ളി, ശനി, ഞായർ നല്ല തിരക്കാണ്. വെള്ളിയാഴ്ച ഈ പള്ളിയിൽ നിന്ന് ആൾക്കാരുടെ ഇവിടെ ബിരിയാണി വെച്ചു, ബിരിയാണിയിൽ വെച്ചിട്ടാണ് പോക്ക് കംപ്ലീറ്റ്. അവർക്കൊരു ഒരു തൃപ്തിയാണ് ഈ വെള്ളിയാഴ്ച, സൺഡേ, പിന്നെ ശനിയാഴ്ച ഒന്ന് കഴിക്കാൻ വേണ്ടി. അപ്പൊ പുറത്ത് കുറച്ച് തിരക്കുണ്ടാവും. അപ്പൊ കുറച്ച് പുറത്ത് നിൽക്കും. അപ്പൊ നമുക്ക് ഈ പരിമിതിയായ സ്ഥലത്ത് ബിസിനസ് ചെയ്യാനും തൃപ്തി. അപ്പൊ കുറച്ച് റഷ് കാണും, അപ്പൊ നിങ്ങൾക്ക് തൃപ്തിയാവും, അപ്പൊ നമുക്കൊരു തൃപ്തിയാവും. അങ്ങനെയുള്ളൊരു ഇതാണ്. ആർക്കെങ്കിലും പരിമിതി ഉണ്ട് കച്ചവടത്തിന്. പിന്നെ ഹൈവേ പോലത്തെ റോഡുകളാണെങ്കിൽ നമുക്ക് വലിയ വിശാലമായി ചെയ്യാം. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. നമ്മുടെ മിക്കവാറും തൊഴിലാളികൾ ഇവിടുന്ന് കഴിക്കുന്ന ആൾക്കാരാണ്. എല്ലാം ഉണ്ട്.
അതായത് ബീഫുണ്ട്, ചിക്കൻ ഉണ്ട്, പിന്നെ ബീഫ് ഫ്രൈ ഉണ്ട്. എല്ലാം നല്ല വെറൈറ്റി ഫുഡ് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മളധികം നമ്മളെ തൊഴിലാളി അധികം ബീഫ് കഴിക്കുന്നത്. ബീഫ് കഴിക്കുന്നത്. റേറ്റ് നല്ല ഭക്ഷണം കുറച്ച് പൈസ ജാസ്തി കൊടുത്താലും പ്രശ്നമില്ല. അത്രേ ഉള്ളൂ നമുക്ക് പറയാൻ. നമ്മളിവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സാണ്, അധികം വരുന്നുണ്ട് നമ്മളിവിടെ. നല്ല അടിപൊളി ബിരിയാണി, കണ്ണൂരിൽ വെച്ച് ഏറ്റവും നല്ലൊരു ബിരിയാണിയാണ്. നമുക്ക് എന്താ പറയുക, തലശ്ശേരി കണ്ണൂർക്കാരെ സ്പെഷ്യൽ ബിരിയാണി എന്നെല്ലാം പറയുന്നില്ലേ, അത്രയും നന്നായിട്ടുള്ള നല്ല സൂപ്പർ ബിരിയാണിയാണ്. സ്ഥിരം കസ്റ്റമറാണ്. നമ്മുടെ ഫ്രണ്ട്സിനെല്ലാം കൂടുതൽ അഡ്വൈസ് കൊടുക്കുന്നത് ഇങ്ങോട്ടേക്ക് തന്നെയാണ്. കണ്ണൂർ എവിടെയാണ് നല്ല ബിരിയാണി കിട്ടുകയെന്ന് ചോദിച്ചാൽ നമ്മൾ ഫസ്റ്റ് പറയാം അറഫ. ഇവിടെ സൂപ്പർ ബിരിയാണി കിട്ടുന്ന തന്നെ പറയാറുണ്ട്. ചിക്കൻ ബിരിയാണിയാണ് ഏറ്റവും ടോപ്പ് ഇവിടുത്തെ. നമ്മളെല്ലാ വെള്ളിയാഴ്ച ഞാൻ തലശ്ശേരിയാണ് സ്ഥലം. പക്ഷേങ്കിൽ നമുക്ക് തലശ്ശേരിനെക്കാട്ടി അറഫ ബിരിയാണി എന്ന് പറഞ്ഞാൽ ലൈക്ക് സൂപ്പറാണ്. ബിരിയാണിനെക്കാട്ടി ബെസ്റ്റ് ഒന്നുമല്ല, പക്ഷേങ്കിൽ തലശ്ശേരി കിട്ടുന്ന പോലെ ഗുഡായിട്ട് കിട്ടും. ഗുഡായിട്ട് ഫുഡ് എക്സ്പ്ലോർ ജാസ്തി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫുഡ് എക്സ്പ്ലോർ, കണ്ണൂർ തന്നെയാണ് നമ്മളെ സ്ഥലം. അപ്പോൾ നമ്മൾ കോഴിക്കോട്, കണ്ണൂർ, തൃശ്ശൂർ അങ്ങനെ എല്ലാ സ്ഥലത്തും പോകാറുണ്ട്. അപ്പോൾ ഒരു നമ്മൾ ജാസ്തി എന്താ പറയുക, ബീഫ് ബിരിയാണി അറാഫയുള്ള കണ്ണൂർ അതിലുള്ള. അപ്പോൾ ഏതായാലും ടെസ്റ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ സൂപ്പറാണ് ബിരിയാണി, കമ്പാരിറ്റീവ് നല്ലത്, സൂപ്പർ ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ എന്ന് പറയാം. അപ്പോൾ ചാരു സർക്കിൾ എന്നാണ് നമ്മളെ ബ്ലോഗിൻ്റെ പേര്. ഫുഡ് ബ്ലോഗ് എല്ലാം ഉണ്ടല്ലേ? ഓക്കെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, എക്സ്പ്ലോർ ചെയ്യാം ഫുഡ്. അതാണ് ലൈഫ്. ദാറ്റ്സ് ഓൾ. അർഫ ഹോട്ടലിലെ ബിരിയാണി ഇപ്പോൾ പണ്ടേ ഒരു നല്ല അഭിപ്രായമാണ്, നല്ല ഫുഡാണ്. ഏറ്റവും കൂടുതൽ ബീഫ് ഫ്രൈ ആണ് നല്ല മൂവിങ്. ഇവിടെ കുറച്ച് കൂടുതൽ മൂവിങ് ബീഫ് ഫ്രൈ ആണ്. പിന്നെ കല്ലൊക്കെ അടുക്കാൻ നല്ല ഫ്രഷ് ആവും, നല്ല ഇതാണ് അടുക്ക. ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്. അത് കുറച്ച് പായക്കൂറൊക്കെ മീൻ സ്പെഷ്യൽ ഉണ്ടാകലുണ്ട്. അതിനും കുറച്ച് പ്രയാസത്തേക്ക് കൊണ്ട് ഇപ്പം ഇല്ല, കുറച്ച് ഉണ്ടോയെന്ന് അറിയില്ല. അതിൽ കഴിക്കലുണ്ട്. നമ്മളെല്ലാ വെള്ളിയാഴ്ച ഇവിടെ വന്ന് കഴിക്കും. നമ്മളിപ്പോൾ ഇവിടുന്ന് ഹാഫ് CB ട്രൈ ചെയ്ത്, ഹാഫ് ബീഫും ട്രൈ ചെയ്ത്, ഒന്നും പറയില്ല. അതിൻ്റെ പേര് ബീഫ് ഫ്രൈയും കൂടി വന്നപ്പോൾ പക്ക. നമ്മൾ തലശ്ശേരിക്കാരാണ്. ഇവിടെ നിന്ന് ആവശ്യത്തിന് വരുമ്പോൾ എന്തായാലും ഇവിടെ കയറിയിട്ട് ബീഫ് അടിച്ചിട്ട് പോകും. വർഷങ്ങളായിട്ട് ഞാനിവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നതാണ്. എനിക്കേറ്റവും ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ബീഫ് ഫ്രൈയും ബീഫ് ചില്ലിയുമാണ്. ഈ ബീഫ് ഫ്രൈക്കുള്ള ഒരു പ്രത്യേകത, ഇവർ തേങ്ങ ഇട്ടിട്ട് എന്താ ചെയ്യുന്നറിയില്ല, അതൊരു ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ ബീഫ് ചില്ലി ഭയങ്കര ഇഷ്ടം. ഇത് രണ്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. നമ്മൾ വടക്കൻ മലബാറുകാരുടെ ബിരിയാണികൾക്ക് തന്നെ ഒരു പ്രത്യേക പേരാണ് പല സ്ഥലത്തും ചെല്ലുമ്പോൾ. അപ്പോൾ അതിൽ കണ്ണൂർ ജില്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ പൊതുവെ എല്ലാവരും പറയാറ് തലശ്ശേരി ബിരിയാണിയാണ് ഏറ്റവും അടിപൊളി എന്നുള്ളതാണ് പറയുക. പക്ഷേ ഇവിടെ നമ്മൾ നിൽക്കുന്ന സമയത്ത് തലശ്ശേരിക്കാർ പറയുന്നു തലശ്ശേരിക്കാരുടെക്കാട്ടും നല്ലത്, അല്ലെങ്കിൽ അതിനോട് കിടപിടിക്കുന്ന അതിൽ മുകളിൽ നിൽക്കുന്ന ബിരിയാണിയാണ് ഇവിടെ അറഫയിലുള്ളത് എന്നുള്ളത്. മാത്രമല്ല നമുക്ക് തോന്നിയൊരു സന്തോഷം, നമ്മുടെ റെയിൽവേ സ്റ്റേഷന് നേരെ മുമ്പിലാണ് മാർക്കറ്റ് ഉണ്ട്. ആ മാർക്കറ്റിൻ്റെ തിരക്കിനിടയിലുള്ള ഒരു കുഞ്ഞു കടയാണ്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ നമ്മൾ വിചാരിക്കും വളരെ ചെറിയ കടയാണ്. ചെറിയ കട തന്നെയാണ്, പക്ഷേ എന്താ പറയുക, ഒരുമയുണ്ടെങ്കിലും ഒലക്കപ്പുറത്തും കിടക്കാമെന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അതേപോലെ ഒരുപാട് ആൾക്കാരെ കൂട്ടിപ്പിടിച്ച് സ്ഥിരമായിട്ട് വരുന്ന ഒരുപാട് കസ്റ്റമേഴ്സും ഒക്കെ ആയിട്ട് വളരെ ഹാപ്പിയിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചു പോകുന്ന ഒരിടമാണ് ഈ അറഫ ഹോട്ടൽ. ഉള്ളിൽ സ്പേസ് കുറവാണ്, മുകളിൽ സ്പേസ് കുറവാണ്. പക്ഷേ നേരത്തെ അഷ്റഫ് ഖാൻ പറഞ്ഞതുപോലെ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് എല്ലാവരെയും സന്തോഷിപ്പിച്ച് വിടുന്നതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പിന്നെ ഒരുപാട് വെറൈറ്റി ബിരിയാണികളുണ്ട് നമ്മൾ പറഞ്ഞു. പക്ഷെ നമ്മൾ കല്ലുമ്മക്കായ് ബിരിയാണിയാണ് എടുത്തത്. ഹാഫേ മേടിച്ചുള്ളൂ, കാരണം നമ്മൾ അറിയാലോ നമ്മൾ കഴിഞ്ഞ ഒരു വ്ളോഗ് കഴിഞ്ഞ് വരികയാണ്, അതുകൊണ്ട് വയറ് കുറച്ച് സ്പേസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കല്ലുമ്മക്കായ് ബിരിയാണിയാണ് കഴിച്ച് കഴിഞ്ഞിട്ട് നേരിട്ട് തന്നെ പറയാൻ വേണ്ടി ഞാൻ അഷ്റഫ് ഖാൻ ഇബ്രാഹിം ഖാൻ അടുത്തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് പറയാമല്ലോ. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം കല്ലുമ്മക്കായ് ബിരിയാണി. അതുപോലെ ഇവരുടെ മറ്റൊരു സ്പെഷ്യലാണ് ബീഫ് ഫ്രൈ. നല്ല ബീഫ് ഫ്രൈ ഉണ്ട്. 2 ബീഫ് ഫ്രൈയും കൂടി ഞാനിതിലേക്ക് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ എല്ലാ സ്ഥലത്തും കിട്ടുന്ന പോലെയുള്ള അച്ചാറുണ്ട്, സലാഡ് ഉണ്ട്, ഒക്കെ ഉണ്ട്. ചമ്മന്തി കൂടി വന്നു, പുതിന ചമ്മന്തി കൂടി വന്നിട്ടുണ്ട്.
അപ്പം ഞാൻ കഴിച്ചോട്ടെ എങ്ങനെയുണ്ടെന്ന്. ഈ കല്ലുമ്മക്കായ ബിരിയാണി കഴിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ മെല്ലെ തൊട്ട് അല്ലേ അച്ചാറൊക്കെ കൂട്ടി ലേശം ഒന്ന് ഇളക്കി അതെ ചമ്മന്തിയിലൊക്കെ ഒന്ന് മെല്ലെ ഇങ്ങനെ മിക്സ് ചെയ്ത് എന്നിട്ട് ഒന്ന് ഉരുട്ടി മെല്ലെ അല്ലേ. സത്യാണ്. അതെ, അപ്പം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കണം കേട്ടോ. മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേക ടേസ്റ്റ് വരുന്നുണ്ട്. ടേസ്റ്റിയാണ്, രസമുണ്ട്. എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ, കണ്ണൂർ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ മുമ്പിൽ അല്ലേ, നമ്മൾ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് വണ്ടി അപ്പുറത്ത് വെക്കേണ്ടി വരും അല്ലേ. അപ്പം അത് ഇവിടെ മാത്രമല്ല, ഈ ഏരിയയിലൊക്കെ പാർക്കിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഒന്നല്ല റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി വെക്കുക, എന്നിട്ട് നേരെ മുമ്പിൽ നമ്മളെ മാർക്കറ്റിലൂടെ വരിക. ആരോട് ചോദിച്ചാലും അറഫ പറഞ്ഞു തരും. നേരെ വരിക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇപ്പോൾ കല്ലുമ്മക്കായ ആണെങ്കിൽ അത് കഴിക്കുക, ബീഫ് കഴിക്കുക, ചിക്കൻ കഴിക്കുക, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിരിയാണി കഴിക്കുക. എന്തായാലും ഞാൻ കുറച്ച് കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് മേടിച്ചത്, പക്ഷെ ഞാനിത് ഫുള്ള് തീർക്കാൻ തീരുമാനിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ടേസ്റ്റിയാണ്. പിന്നെ മാത്രമല്ല ഈ റൈസ് നമ്മൾ ചില സ്ഥലത്ത് ചെല്ലുമ്പോഴേ ഒട്ടിയിട്ടിരിക്കാറുണ്ട് ഈ റൈസ്. പക്ഷേ ഇത് നല്ല വിട്ട് നല്ല വിട്ടിരിക്കുന്ന റൈസ്. അത് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ബീഫ് ഞാൻ കഴിച്ചു നോക്കിയില്ല. നല്ല ഡ്രൈ ആയിട്ടുണ്ട്. നമ്മൾ എന്താ പറയുക, പൊറോട്ടൻ്റെ ഇവിടെ കുറച്ചുകൂടി നൈസായിരിക്കും അല്ലേ. ഇത് നമ്മളെ പൊറോട്ടൻ്റെ കൂടെയാണ് നൈസായിരിക്കും, പക്ഷെ നമ്മൾ ബിരിയാണി ആയതുകൊണ്ടാണ് കഴിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഭാഗത്ത് വരികയാണെങ്കിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നല്ല കഴിച്ചപ്പോൾ നല്ല സൂപ്പർ ബിരിയാണിയാണ്. ഈ ഒരു ബിരിയാണി നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇനി പിന്നീട് എപ്പോഴെങ്കിലും വരുമ്പോൾ നമുക്ക് അടുത്ത ബിരിയാണി നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അറഫ ഹോട്ടലിൽ നിന്ന് നമ്മൾ നല്ല ബിരിയാണിയൊക്കെ കഴിച്ചിങ്ങനെ ഇറങ്ങി. അപ്പോൾ ഇപ്പോൾ ഒരു പഴം ഉണ്ടല്ലോ, ഇത് നമ്മുടെ നിസാർക്കേൻ്റെ സ്നേഹമാണ്. കണ്ണൂരുകാരൊരു സത്യം പറയട്ടെ, നമ്മൾ ഈ പത്രങ്ങളിലും ചാനലിലൊക്കെ വായിച്ച് കേൾക്കുന്ന കണ്ണൂരുകാർ നല്ല കണ്ണൂരുകാർ. അത്രയും സ്നേഹമുള്ള ആൾക്കാരെ നമ്മൾ എന്താ പറയുക കണ്ടിട്ടില്ല എന്ന് പറയാം. ഇനിയിപ്പോൾ ബിരിയാണി കഴിച്ച് ഇറങ്ങുന്നവർക്ക് ധൈര്യമായിട്ട് നിസാർക്കാൻ്റെ കൂടെ ഓരോ പഴവും മേടിച്ചിട്ട് പോവാം. പിന്നെ മാർക്കറ്റാണ്, എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഇടയ്ക്കൊരു ബിരിയാണിയും കഴിച്ച് മാർക്കറ്റിലൊക്കെ പർച്ചേസും കഴിഞ്ഞ് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ വ്ളോഗ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഒരു തവണയെങ്കിലും ഇവിടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഇവിടെ ഇതാ ബോംബെ സ്റ്റോർ ഉണ്ട്, നിസാർക്കേൻ്റെ കടയുണ്ട്, അറഫ ഹോട്ടലുണ്ട്, അങ്ങനെ എല്ലാ കടകളും കൊണ്ട് ഗംഭീരാണ് ഈ മാർക്കറ്റ്. അപ്പം എല്ലാവർക്കും പുതിയ രുചികളും രുചിക്കൂട്ടുമായിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. ഇപ്പം ബൈ.